ഈ സിനിമയിൽ എത്തിപ്പെട്ടത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിലൊരു മലയാളി തമിഴ് സംസാരിക്കുന്ന ഒരു വില്ലനെ അവർക്ക് ആവശ്യമുണ്ടാകും. ശരിക്കും കേരളത്തിലെ ഒരുപാട് വില്ലന്മാരെയൊക്കെ അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതായിരുന്നു ആ ടൈമിൽ. ഞാൻ കഴിഞ്ഞ വർഷം ടച്ച് സ്ക്രീൻ മീഡിയ എന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് കമ്പനി ഉണ്ടാവുക, അതിലേക്ക് ഞാൻ എൻ്റെ ഫോട്ടോ ഒരു വർഷം മുമ്പ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആജി ഡയറക്ടർ ആജി സാറ് ടച്ച് സ്ക്രീൻ മീഡിയ അവരുടെ അടുത്ത് ഇങ്ങനെ കേരള വില്ലനെ വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് പേരുടെ ഫോട്ടോ കൊടുക്കുന്ന ഇടയിൽ എൻ്റെ ഫോട്ടോയൊക്കെ കൊടുത്തു. അപ്പോൾ ആജി സാറാണ് എൻ്റെ ഫോട്ടോ കണ്ടത് ആദ്യം. അപ്പോൾ ആജി സാറിൻ്റെ മനസ്സിലുള്ള ഒരു ലുക്ക് ഉണ്ടായിരുന്നു എൻ്റെ ഫോട്ടോയിൽ. അപ്പോൾ വിജയ് സാറിനെ ഫോട്ടോ കാണിച്ച് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ അങ്ങനെയാണ് ഞാൻ ആദ്യം അതിൻ്റെ ഫോട്ടോ കണ്ട് തന്നെ സെലക്ഷൻ ആക്കിയില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ കേരളത്തിൽ ഇങ്ങനെ അഭിനയിക്കുന്ന ആക്ടറാണെന്നൊക്കെ അറിഞ്ഞത്. അപ്പോൾ ഞാൻ ലാലേട്ടൻ്റെ കൂടെ ഏഞ്ചൽ ജോൺ എന്നുള്ളൊരു പടം ചെയ്തിട്ടുണ്ട്. അതിൽ നല്ലൊരു വീഡിയോ ഉണ്ടായിരുന്നു, വീഡിയോ ക്ലിപ്പിംഗ്സ് ആയിട്ട്. പിന്നെ കഴിഞ്ഞിടക്ക് ഇറങ്ങിയ കാട്ടുമാക്കാൻ എന്ന് പറഞ്ഞൊരു സിനിമയിലെ പ്രൊമോ സോങ് ഉണ്ട്, അതിൽ ഞാൻ നായകനായിരുന്നു. അപ്പോൾ അത് രണ്ടുമാണ് അയച്ചത്. അപ്പോൾ അത് കണ്ടപ്പോൾ എന്നോട് ചെന്നൈയിലേക്ക് വണ്ടി കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഇതിലേക്കുള്ളൊരു എൻട്രി. വിജയ് സാറിനായിട്ടുള്ള എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ശരിക്കും നമ്മുടെ മലയാള സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും തമിഴിലേക്കൊരു എൻട്രി അത് വിജയ് ഇളയതലമുറയുടെ കൂടെ എന്ന് പറയുമ്പോൾ എനിക്ക് മനസ്സിലൊരു പേടിയുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ആദ്യം ഞാൻ അവിടെ ചെന്ന് ഇങ്ങനെ ആക്ടർ സാറിനെ കണ്ടു ഫസ്റ്റ്. പിന്നെ വിജയ് സാറിനെ ആദ്യമായിട്ട് കാണുമ്പോൾ ഞാൻ പറഞ്ഞു, സാറ് ഞാൻ കേരള ആക്ടർ ലാലേട്ടൻ മമ്മൂക്കയുടെ കൂടെ ഇങ്ങനെ ആക്ട് ചെയ്തിട്ടുണ്ട് വില്ലൻ. അപ്പോൾ വിജയ് സാർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ഫിഗർ, നല്ല വേഷം എടുക്കുക എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയാണ് വിജയ് സാറിനോട് എക്സ്പീരിയൻസ് കൂടുതൽ പറയാനാണെങ്കിൽ ആ ഫസ്റ്റ് ഷോട്ട് എടുത്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിജയ് ആണെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. എനിക്കൊരു മനസ്സിലൊരു ഭയം ഉണ്ടായിരുന്നു ഫസ്റ്റ് സീനിൽ അഭിനയിക്കാൻ നേരത്ത്. അപ്പോൾ വിജയ് സാറ് ഫസ്റ്റ് ടേക്ക് എനിക്ക് ഓക്കെ ആയില്ല സിനിമയിൽ. അപ്പോൾ വിജയ് സാർ എന്നോട് പറഞ്ഞ് ആക്ടർ വിജയ് ആയിട്ട് കാണണ്ട, ശരിക്കും പറഞ്ഞെങ്കിൽ നമ്മുടെ കഥാപാത്രം ഇന്ന കഥാപാത്രമായിട്ട് ഞങ്ങൾ മനസ്സിൽ കണ്ട് ആക്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ശരിക്കും എന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ വിജയ് സാർ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ശരിക്കും ഭയങ്കര എളിമയാണ് വിജയ് സാറിന്. ശരിക്കും സാധാരണക്കാരെ പോലെയാണ് ബിഹേവ് ചെയ്യണത്. അപ്പോൾ ആ വർക്കിനോടുള്ള ആത്മാർത്ഥത ഭയങ്കരമാണ്. ശരിക്കും പറഞ്ഞാൽ വിജയ് സാറ് മിക്ക സീനിലും ഒറ്റ ടേക്കിലാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഞങ്ങളെ പോലത്തെ ആർട്ടിസ്റ്റുകളുടെ ചില പിഴവുകളൊക്കെ വരാൻ നേരത്ത് വിജയ് സാറ് ശരിക്കും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യും. ഇങ്ങനെ അടുത്ത ടേക്കിൽ ഓക്കെ ആവും, ഇങ്ങനെ ചെയ്യണം. അങ്ങനെ ഭയങ്കര ഇതാണ്, എനിക്ക് ഭയങ്കര സന്തോഷമാണ് വിജയ് സാറിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ അഭിനയിക്കാൻ പറ്റിയത്. മലയാള സിനിമയിലെ എല്ലാ നായകന്മാരും ഇടി മേടിച്ചിട്ടുള്ളൂ, ശരിക്കും ഇടി അങ്ങോട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ തെറി സിനിമയിൽ വിജയ് സാറിന് ഇടിക്കുന്ന സീനൊക്കെ ഉണ്ട്. ശരിക്കും ആ സിനിമയിൽ കഥയ്ക്ക് അനിവാര്യമായിട്ടുള്ള സീനാണ്, അതുകൊണ്ടാണ് വിജയ് സാറിന് ഇടിക്കുന്ന സീനുള്ളത്. വിജയ് സാറിനെ രണ്ടിടി ഇടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ ഇടിച്ച് പറപ്പിക്കുന്നത് തന്നെ. വിജയ് ഫാൻസ് പേടിക്കാനും വേണ്ട, നന്നായിട്ട് ഇടി കൊള്ളുന്നുണ്ട് പടത്തിൽ. മലയാളം സംസാരിക്കുന്നുണ്ടോ എന്ന് പടം തിയേറ്ററിൽ വരുമ്പോൾ നമുക്കെല്ലാവർക്കും കാണാം. പടത്തിൻ്റെ സസ്പെൻസ് ഞാൻ കൊടുത്തുവിടുന്നില്ല. ഇപ്പോൾ തെറിപ്പടത്തിൽ വിജയുടെ മകളായിട്ട് അഭിനയിക്കുന്ന ആ കുട്ടി, ഞങ്ങളുടെ വിജയ് എം വി ജാക്സൺ ഞാനും ആ കുട്ടിയും കൂടി ഒരു കോമ്പിനേഷൻ സീനുണ്ട്. ശരിക്കും ആ സീനിൽ ആ കുട്ടി എന്നെ ശരിക്കും പറഞ്ഞാൽ വരട്ടണം. ആ സീന് എൻ്റെ മുഖത്തേട്ട് നോക്കിയിട്ട് ആ കുട്ടി ശരിക്കും കരയായിരുന്നു. എന്തെങ്കിലും എൻ്റെ ഒരു ഫിഗറൊക്കെ കണ്ടിട്ട് എന്തോ ആ കുട്ടി പേടിച്ച്. പിന്നീട് ആ കുട്ടിയെ സമാധാനിപ്പിച്ച് ആക്ടർ സാറ് കൊച്ചിനെ ടൂ വീലറിലൊക്കെ 2 റൗണ്ടൊക്കെ കറക്കി. അതിനുശേഷം ഞാൻ ആ കൊച്ചിനായിട്ട് ശരിക്കും ഇണങ്ങി പോയിട്ട് ഞാനിങ്ങനെ താടിയൊക്കെ വെപ്പ് താടിയെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ പറ്റിച്ച് അങ്ങനെയൊക്കെയാണ് ഷൂട്ടിങ് ആ പടത്തിൽ. പിന്നീട് മറ്റുള്ള ആർട്ടിസ്റ്റുകളൊക്കെ കുറിച്ച് ഭയങ്കര ഇണക്കമായിരുന്നു. വിജയ് സാറിനോടൊക്കെ നന്നായിട്ട് നല്ല ആക്ടറാണ് പറ്റി. പക്ഷെ എൻ്റെ രൂപം കണ്ടിട്ടാവാം എന്നെ കണ്ടപ്പോൾ ഭയങ്കര കരച്ചില്ല ആ സീനിൽ. അത് ശരിയായി, ബാക്കിയുള്ള സീൻസൊക്കെ ഓക്കെ. ആ കുട്ടി നല്ല പെർഫോമറാണ്. പുതിയ പ്രോജക്റ്റുകൾ തെറിപ്പടം അഭിനയിച്ചിരിക്കുമ്പോൾ തന്നെ എൻ്റെ ലൊക്കേഷനിൽ വെച്ച് കാഞ്ചന 2 ഡയറക്ടറിൻ്റെ ലോറൻസ് സാറിൻ്റെ കാലഭൈരവ എന്ന പടത്തിൽ ഒരു നല്ലൊരു വേഷം പറഞ്ഞിട്ടുണ്ട്. 2 മാസം കഴിഞ്ഞിട്ട് അതിൻ്റെ ഷൂട്ടിങ്. മലയാളത്തിൽ ഇപ്പോൾ ചെയ്തേക്കുന്നത് അരുൺ സാറിൻ്റെ മലയാളം പടം കോലും ടൈ എന്നൊരു പടമാണ്. അതിൽ ഒരു ക്യാരക്ടർ വേഷമാണ് ചെയ്തേക്കുന്നത്, കുട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടറാണ്. പിന്നെ ഇപ്പോൾ കമ്മിറ്റ് ആയിരിക്കുന്നത് ദുൽഖറിൻ്റെ പടമാണ്, അതും ഡിലേ ഉണ്ട്. പിന്നെ മാർത്താണ്ഡൻ്റെ ഒരു പടമുണ്ട്. അതൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകൾ.